ഇന്ന് പൂളക്കിഴങ്ങുമ്മലാണ് കേട്ടോ രാവിലെ തന്നെ. ഒന്ന് വെള്ളയപ്പം ഉണ്ടാക്കണത്. അപ്പൊ പൂളക്കിഴങ്ങ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. പൂളക്കിഴങ്ങ് കറി വെള്ളയപ്പം നല്ല രസം ഉണ്ടാവും. എന്തേട്ടാ പൂളക്കിഴങ്ങ് കറി എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എന്തേട്ടും പറയൂ. അതന്നെ നമ്മള് കുത്തി പൊടിച്ചിട്ടാണ് പൂളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പൊ മനസ്സിലാവില്ലേ അതെന്റെ ഇഷ്ടം എങ്ങനെയാന്നുള്ളത്? ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഇവിടെ ഉപ്പേരി മാത്രമേ അങ്ങനെ ഉണ്ടാക്കുള്ളൂ, മുളക് കുത്തി പൊടിച്ചിട്ട്. അപ്പൊ അതിന് ഈ കറിക്ക് എന്താണ് എന്റെ പേര് പറയാ? ഇഷ്ടമെന്നോ? എന്തായിരുന്നു അതിന് കൊള്ളി ഇഷ്ടം എന്നാ പറയാ. തൃശ്ശൂര് തട്ടുകടയിലൊക്കെ കിട്ടുന്നൊക്കെ പറയുന്നേക്കാം മുന്നേക്കെ. അപ്പൊ ഞങ്ങള് ഈ രണ്ട് പൂളക്കിഴങ്ങ് കൊണ്ട് കൊള്ളി ഇഷ്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. രാവിലെ ഇപ്പൊ ഒന്നിപ്പോ എന്താ പറയാ പണിമുടക്കാവോണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവല്ലോ അല്ലെ. ഇവിടെ പിന്നെ അന്നേരത്തിന് വീട്ടിൽ തന്നെയാണ്, വർക്കാവോണ്ട് എവിടേക്കും പോവാനില്ല. പിന്നെ എവിടേക്കും പോവാനും പറ്റില്ലല്ലോ, വണ്ടി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇത് കഴിയിട്ട് വരട്ടെട്ടാ എന്നിട്ടാ. അപ്പൊ കുക്കറിലെ വലിയ കുക്കറാട്ടോ, ആകെ 2 കഷ്ണമുണ്ട്, വലിയ കുക്കറും ഉണ്ട്. ചെറിയ കുക്കർ ഈ കുക്കർ അല്ലാണ്ട് എനിക്ക് 2 ലിറ്ററിന്റെ ഒരു കുക്കർ ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ അതിന്റെ ആ ഇതില്ലേ, എന്താ പറയാ, എന്തായാലും പറയാ എയർ പോണ സാധനത്തിന് എന്താ പറയാ എന്നിട്ടാ? വാഷറല്ല, എയർ പോണ ഇതില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് തെറിച്ചു പോവാ. അപ്പൊ ഞാൻ ഇപ്പൊ അത് ഉപയോഗിക്കലില്ല. ഞാൻ അത് മാറ്റിയിട്ട് ഒരു 3 ലിറ്ററിന്റെ കുക്കർ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. അത് എപ്പോ ഞാന് അടുപ്പത്ത് വെച്ചാലും ആ വിസില പോണേന്റെ ആ ഭാഗത്തില് എയർ ഇതാവില്ല, ആ സാധനം തെറിച്ചു പോകും. അപ്പൊ അതങ്ങനെ, അത് വളരെ ചെറിയതൊരു ഇതാണ്, പാത്രാണ്. അപ്പൊ അതുകൊണ്ടാ തോന്നുന്നുണ്ട്. അപ്പൊ അത് ഇനി ഉപയോഗിക്കുന്നില്ലാന്ന് വെച്ചിട്ടാ. പിന്നെ അപകടമാണല്ലോ, അതാണ് ഇപ്പൊ ഈ വലിയ കുക്കർ എടുത്തിട്ട് ചെയ്യുന്നത്. രാവിലെ നടക്കാനൊക്കെ പോയിട്ട് അന്ന് നിക്ക. മോൻ സുഖമായിട്ടുള്ള ഉറക്ക, ലീവല്ലേ. അപ്പൊ കൊള്ളിയല്ല, ഞങ്ങള് പൂളക്കിഴങ്ങെന്നാണ് പറയാ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ. പൂളക്കിഴങ്ങ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അധികം ഇങ്ങനെയാണ് കേട്ടോ കറി ഉണ്ടാക്കുക. പിന്നെ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇഷ്ടം ഉണ്ടാക്കില്ലേ, അത് നന്നായിട്ടൊന്നും മോനൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കല്. മോന് സ്കൂളില്ലാത്തോണ്ട് പിന്നെ ഒക്കെ പതുക്കെ ചെയ്താൽ മതിയല്ലോ. ഇന്നിപ്പൊ ചോറല്ല ആദ്യം വെച്ചിരിക്കുന്നത്, ചുക്കള്ളം വെച്ചിരിക്കുന്നു. വെള്ളം നല്ല കമ്മിയാണ്, ചുക്കള്ളം. ഒന്ന് ചുക്കള്ളം വെച്ചു. ഇത് ഉള്ളിമുളകും കുത്തി വറുത്തിട്ടുള്ള കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമൊക്കെ തന്നെയാണ്. നാളികേരൊക്കെ അരച്ചതാണ് അധികം ഇഷ്ടം, ഇതുപോലത്തെ ഇതും ഇഷ്ടമാണ്. മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല അല്ലേ, ലേശം ഇടാല്ലേ, ഭംഗി കിട്ടണ്ടേ. എന്നിട്ടും പറയേ, എന്നിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? കല്യാണം കഴിഞ്ഞ സമയത്തെ പറയുന്നതാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ പാചകമൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആളാണ് ഒക്കെ പറയാ. അപ്പൊ എന്നോട് പറയേ, പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എന്താ ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം പോരാ, കാണാനും നല്ല ഭംഗി വേണം പറയും. എന്നാലും അത് കഴിക്കാൻ തോന്നുള്ളൂ പറയും. ഞാന് ചിലപ്പോ അവിയൽ കഷ്ണൊക്കെ എന്താ പറയാ കശപിശയായിട്ടാണ്ട് നുറുക്കി ഉണ്ടാക്കും. ചിലത് വണ്ണം കൂടും, ചിലത് വണ്ണം കമ്മിയാവും. അങ്ങനെയൊക്കെയാണ് എന്റെ നുറുക്കല്. അപ്പൊ ഇപ്പൊക്കെ പിന്നെ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ അത് പൂളക്കിഴങ്ങ് വേവട്ടെ. അപ്പൊ പൂളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വേവില്ലാന്നാ വിചാരിച്ചു, കാരണം വണ്ണം കമ്മിയുള്ള കിഴങ്ങാണല്ലോ. പക്ഷെ നല്ല വെന്തിരിക്കുന്നു. അപ്പൊ അതൊന്ന് വറുത്തിടണം. ഉള്ളിമുളകും കുത്തി വറുത്തിടുന്ന കറിയെ കൊണ്ട് പെട്ടെന്നാവും. മറ്റേ നാളികേരം അരയ്ക്കണം, നാളികേരം ചിരവണം, എന്തൊക്കെ പണിയുണ്ട്. ഇത് പണി എളുപ്പം, ടേസ്റ്റും ഉണ്ടാവും. മുളക് ചതച്ച് വെച്ചതാണ്. പിന്നെ വേറൊരു കാര്യം, മുളക് ഇന്നലെ വെയില് ലേശം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി. ഇനിയിപ്പൊ ഇന്നും കൂടി വെക്കാനുണ്ടെങ്കിൽ നന്നായി ഉണങ്ങും. എന്നിട്ട് വേണം അതേപോലെ പൊടിച്ചു വെക്കാൻ. അപ്പൊ അപ്പോഴേക്കപ്പം എടുത്തിട്ട് പൊടിക്കുക. ഞാൻ ആദ്യം മുളകാണ് കേട്ടോ മൂപ്പിക്ക, കാരണം മുളക് മൂപ്പിച്ചില്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആദ്യം മുളക് മൂപ്പിക്കും, എന്നിട്ട് ഉള്ളി ഇടും. ഉള്ളി ഇതാ ചെറിയ ഉള്ളിയും കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ സബോള ഇട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ചെറിയ ഉള്ളി ഇട്ടാലാണ് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാന് ഇപ്പൊ പകുതിയും ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി മാത്രം ആവുമ്പോൾ അടിപൊളിയാവും. എന്തായാലും ഉള്ളി തോനെ വേണം, അല്ലാണ്ട് രസം ഉണ്ടാവില്ല. ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവണത്. ഉള്ളി നന്നായിട്ട് ഇടണം. മുളക് ഭയങ്കര എരിവുള്ള മുളകാണ്. ഞാനത് മുളക് കഴുകിയിട്ട് മേശയുടെ മുകളിൽ പരത്തിയിട്ടായിരുന്നു.
അയ്യോ എന്റെ മുഖറും കയ്യൊക്കെ നീറിയിട്ട് കൈകൊണ്ട് വാരും ചെയ്തു. ഓർമ്മ ഞാൻ വാരിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുകയും ചെയ്തു. മുഖം മോന്തയും കയ്യൊക്കെ നീറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് തുമ്പലും വന്നു. അതൊന്ന് നന്നായി നോക്കട്ടെ. ഞാൻ കുക്കറിന്റെ കാര്യം പറഞ്ഞത് എന്താണെന്നറിയാം. ഈ സാധനം തെറിച്ചു പോണ കാര്യമാണ് പറഞ്ഞത്. ഇതിനെന്താന്നൊക്കെ പറയാ എന്നിട്ട് അറിയില്ല. എന്തോന്നും പറയും. എന്നിട്ട് അറിയില്ല. ഈ സാധനം തെറിച്ചു പോവുക ചെയ്യാ. 2 ലിറ്ററിന്റെ കുക്കറിൽ ഞാൻ സാധനം വയ്ക്കുമ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തെറിച്ചു പോകും. അപ്പൊ എനിക്ക് പേടിയാവും. അപ്പൊ ആരാട്ടം പറഞ്ഞത് പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യുന്നു. പൊട്ടിത്തെറിച്ചിട്ട് നമ്മൾ ടെറസിന്റെ മുകളിൽ പോയി മുട്ടിയിട്ട് നമ്മൾ തലയ്ക്കൊക്കെ വീണ എന്താ ചെയ്യാ? അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കലില്ല. പിന്നെ ഇത് തെറിച്ചു പോകുമ്പോ ഞാന് ഇപ്പം തെറിച്ച് പോകുന്ന ഒറ്റപ്പാലം പോകുമ്പോ വാങ്ങിട്ട് വരും. അങ്ങനെ ഒരു 3-4 വാങ്ങിണ്ടാവും. പിന്നെ നിർത്തി ഒഴിവാക്കി കുക്കർ പേടിയായിട്ട്. മുളക് ചതച്ചത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുണ്ട്. നന്നായി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ കറി അരിച്ച് ഒഴിക്കാൻ. നല്ല വെണ്ണ പോലെ വേവണ പൂളക്കിഴങ്ങ്. വെള്ളം വേണം കുറച്ച്. ചില ഉണക്കമുളകും എരിവേ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സപ്ലൈകോന്നൊക്കെ വാങ്ങണ ഉണക്കമുളക് ഒട്ടും എരിവില്ല. ഇത് പക്ഷെ നല്ല എരിവുള്ള മുളകാ. ഒരെണ്ണം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല എരിവാണ്. അപ്പൊ ഞാൻ 3 എണ്ണം ചതച്ചിരിക്കണേ. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല എരിവിന്റെ കാര്യം. ഉണ്ടോ നോക്കിയോട്ടെ. ഉപ്പുണ്ട്. ഉപ്പ് വളരെ കുറച്ചായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഉണ്ടായിരുന്നു ഉപ്പ് വളരെ കമ്മിയായിട്ടേ വേണ്ടുള്ളൂ. അപ്പൊ അതൊന്ന് തിളയ്ക്കണം. പച്ചവെള്ളം ഒഴിച്ചതല്ലേ. ചുക്കവെള്ളം തിളപ്പിച്ചു. ഇപ്പൊ വെറുതെ വെള്ളം തിളപ്പിക്കുക ശരി. ചുക്കവെള്ളപ്പൊടി ഇടാറില്ല. കാരണം മഴക്കാലം ആവുകൊണ്ട് തോന്നുന്നുണ്ട് ചുക്കവെള്ളം എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പൊ വെറും പൊടി ഇല്ലാണ്ട് വെറുതെ തിളപ്പിച്ച് വെക്കുക ചെയ്യാം. നാളെ ഇപ്പൊ സ്കൂളും ഉണ്ടല്ലോ. ഇപ്പൊ കൊള്ളിഷ്ടമായിട്ടുണ്ട് കേട്ടോ. നന്ദന്റെ കൊള്ളിഷ്ടമായിട്ടുണ്ട് എന്ന് പറയാം. ഞങ്ങള് കൊള്ളിഷ്ടം എന്ന് പറയില്ല. വെള്ളയപ്പാണ്. വെള്ളയപ്പം ഉണ്ടാക്കട്ടെ. വെള്ളയപ്പത്തിന്റെ മാവൊക്കെ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു 8 മണിയാകുമ്പോ അരച്ചു വെച്ചതാണ്. ഞാന് എന്താ പറയാ കുറച്ച് നാളികേരം ചോറും പിന്നെ ഈസ്റ്റും അത് കഴിഞ്ഞിട്ട് മാവൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം മുകളിൽ ഇങ്ങനെ ലേശം പഞ്ചസാരയും വിതറി വെക്കും. അങ്ങനെ ഞാൻ വെള്ളപ്പം. ഇതുവരെ വെള്ളപ്പം കൊളായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്ന് കൊളായോ എന്നുള്ളത് അറിയണം. വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി വെക്കുക. നടുക്കിൽ ഇങ്ങനെ എന്താ അപ്പം പോലെ ഉണ്ടാവില്ല. കാരണം അപ്പൂന് അത് ഇഷ്ടല്ല. മോൻ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലേക്ക് ഞാനിങ്ങനെ വെള്ളയപ്പം മുട്ടക്കറി വെള്ളയപ്പം സോയാബീൻ കറി ഒക്കെ കൊണ്ടുകൊടുക്കുമ്പോഴേ കൊടുത്തയക്കുമ്പോ ഇവിടെ പിന്നെ മീൻ ഇറച്ചിയൊന്നും കൊണ്ടായാലും കുഴപ്പമില്ലാത്ത സ്കൂളാ. അപ്പൊ അവൻ എന്താ ചെയ്യാന്നറിയാം. നടുക്കിലത്തെ ആ വട്ടല്ലേ അത് വീട്ടിലേക്ക് കൊണ്ടുവരും. ആ 4 വശത്തെ ഭാഗം മാത്രമേ കഴിക്കില്ല. അപ്പൊ അതിനുശേഷം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒന്നിച്ച് ദോശ പോലെ പരത്തും. നടുക്കിൽ അപ്പം പോലെ വെക്കില്ല. അവന് ഇഷ്ടല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പൊ അങ്ങനെ ശീലമായി. നടുക്കില് ഉള്ള വെള്ളയപ്പം കഴിക്കുമ്പോ എന്തോ പോലെ തോന്നുള്ളൂ. അവന് എന്ത് സാധനം മൊരിയണല്ലോ. അപ്പൊ അങ്ങനെ ആകുമ്പോ മൊരിയില്ല അപ്പം പോലുള്ളപ്പോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ദോശ പോലെ ഉണ്ടാക്കാം. അത് പറഞ്ഞിട്ട് ദോശക്കല്ലിൽ ഉണ്ടാക്കിയാ ഇഷ്ടമല്ല കേട്ടോ ആൾക്ക്. ഇതിൽ തന്നെ ഉണ്ടാക്കണം. അമ്മ എളുപ്പം. ഞാൻ ചിലപ്പോ എന്താ പറയാ ഗോതമ്പ് ദോശ 2 എണ്ണം ഉണ്ടാക്കാന്ന് വിചാരിക്കും. എന്നിട്ട് ഗോതമ്പ് ദോശ 2 എണ്ണം ഉണ്ടാക്കിയിട്ട് ആ ദോശക്കല്ലിൽ തന്നെ വെള്ളയപ്പം വരും. അയ്യോ മോൻ ചോദിക്കും അമ്മ ഭയങ്കര മടിയായിട്ടുണ്ട് അമ്മക്ക്. അമ്മ എന്താ പണിയെടുക്കാൻ മടിച്ചിട്ട് ആ ദോശക്കല്ലിൽ തന്നെ വെള്ളയപ്പം ഒഴിച്ചൂല്ലേ. ഒരു രസവും ഇല്ല അത് പറയും. ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ലേ. കാരണം മാവൊക്കെ ഒന്ന് തന്നെയല്ലേ. അവനങ്ങനെ പറയും എന്നോട്. അതാ വെള്ളയപ്പം ആയിട്ടുണ്ട്. വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും നേരാവായുണ്ടോ? ചിലവരിങ്ങനെ പറയുന്നൊക്കെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോ ശരിയാവണേ ഇല്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇതുവരെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കൊളായിട്ടില്ല കേട്ടോ. എപ്പോഴും നേരാവും. ചിലർ ഉഴുന്നൊക്കെ കൂട്ടും എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ഞങ്ങളൊന്നും കൂട്ടാറില്ല. ഞങ്ങൾ വെറും ഈ പച്ചരി തന്നെയാണ് കഴിക്കുന്നത്. ആ വെള്ളയപ്പം അടിപൊളി വെള്ളയപ്പം. ഇതാ കൊള്ളിഷ്ടു. ഇതെന്താ അറിയോ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ വെച്ചത്. കാരണം പലഹാരത്തിലേക്കുള്ളതല്ലേ. നമ്മളിപ്പോ ചോറിനൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കട്ട പോലെ കേട്ടോ വെക്കുക. അപ്പൊ നമ്മള് പലഹാരത്തിക്കാകുമ്പോ കുറച്ച് വെള്ളം വേണ്ട വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ.
ഉള്ളി നന്നായിട്ട് ഇടണം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള കറി. നല്ല സ്വാദുള്ള ഇതാട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈ കറി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് വെള്ളയപ്പവും കറിയൊക്കെ കഴിക്കാം. അപ്പൊ ചെറിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. ടാറ്റാ.